പുഷ്പാർച്ചന ചടങ്ങ് അങ്ങനെ വലിയൊരു ചടങ്ങായിട്ടൊന്നും ഇല്ല എങ്കിലും ഇവിടെ ഈ ഫേസ് 1 178 ആളുകളാണ് ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത്. 178 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അവരാണ് ഇപ്പോൾ ഈ ഒരു ഈ മനുഷ്യർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകളുടെ ചിത്രങ്ങൾ മാത്രം കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. അതിൽ സങ്കടത്തോടെ ആ ഓർമ്മകൾ അവർ ഓർത്തെടുക്കുന്നു. ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ദേശം സൈഡ് കൊടുത്തിട്ട് അവർക്ക് വഴി ഇങ്ങോട്ട് വരി എല്ലാവരും വരി വന്നോളൂ. നിങ്ങൾ എല്ലാവരും വരി. സേതുലക്ഷ്മി, നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. അവർ ഇവിടെ ഈ ഫേസ് 1 താമസിക്കുന്ന 178 കുടുംബങ്ങളിലുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഈ പുഷ്പാർച്ചന നടത്തുന്നത്. ഇതിന് ശേഷമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയഭൂമിയിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടിയുള്ളത്. അവിടെ സർവ്വമത പ്രാർത്ഥന ഉൾപ്പെടെ ഉണ്ടാകും. അതിൽ ഇവിടെ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ അവിടേക്ക് പോകേണ്ടതുണ്ട്. അത് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ അവിടേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദുരന്തമുണ്ടായി 2 വർഷം ആയി എങ്കിലും അത് എത്രത്തോളം ഈ മനുഷ്യരുടെ ജീവിതത്തെ പാടെ തലകീഴായി മറിച്ചു കളഞ്ഞു എന്നുള്ളതാണ് നമുക്കിപ്പോഴും ഇവിടെ ഈ ആളുകളുമായി സംസാരിക്കുമ്പോൾ, ഇവരെ നേരിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ ജീവിതം പൂർണ്ണമായും മറിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അവരുടെ സർവ്വവും നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടു. അവർ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് തയ്യാറാക്കി ഉണ്ടാക്കിയെടുത്തതെല്ലാം നഷ്ടപ്പെട്ടു. ആ മനുഷ്യരാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അവരുടെ സങ്കടം അതെത്രത്തോളമാണ് എന്ന് നമുക്കത് പറയാൻ കഴിയില്ല. അവരുടെ വേദന എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ഓരോ മനുഷ്യരും കണ്ണീരണിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ അവർ ഓർത്തെടുക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. ചേട്ടാ, എവിടെയാണ് താമസിക്കുന്നത്? ഇപ്പോൾ പെണ്ണുങ്ങളെ പേസ് കൊണ്ടല്ലേ 40-ലാണ് താമസിക്കുന്നത്. 40-ലാണ്. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നിപ്പോൾ 2 വർഷമാകുകയാണ്. 2 വർഷം കഴിഞ്ഞു. ചേട്ടൻ്റെ കുടുംബമൊക്കെ നമ്മൾ കുടുംബത്തിനൊന്നും പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ ഇതായിട്ട് വാർഷിക ഇതൊക്കെ. അന്ന് കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരായിട്ടുള്ള മറ്റ് സുഹൃത്തുക്കൾ അവരൊക്കെ പോയി. ഇപ്പം എങ്ങനെയാ ചേട്ടൻ ജോലിയൊക്കെ എന്താ? ജോലി ഇപ്പം മർപ്പണിക്കാൻ നമ്മൾ പോണ്. കപ്പര ഭാഗത്ത ജോലിക്ക് പോണ്. അവിടെ ഒന്നും നമുക്ക് പോയിട്ട് വരാൻ കഴിയുന്നില്ല. അപ്പോൾ ആ നിലയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ സമയത്ത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പൈക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പോയതാ. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ ആളുകൾ പറയുന്നു എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം 178 വീടുകളാണ് നിർമ്മാണം പൂർത്തിയാക്കി അവിടെ ഇപ്പോൾ ആളുകൾ താമസം തുടങ്ങിയിട്ടുള്ളത്. ബാക്കി ഇനിയും നിരവധി ആളുകൾക്ക് വീടുകൾ പൂർത്തിയായി ലഭിക്കേണ്ടതുണ്ട്. 410 വീടുകളാണ് തയ്യാറാക്കുന്നതെങ്കിലും 370ഓളമാണ് ഗുണഭോക്താക്കളുള്ളത്. അപ്പോൾ ഇനിയും 120ഓളം കുടുംബങ്ങൾക്ക് വീടുകൾ ലഭിക്കാനുണ്ട്. അപ്പോൾ അത്രയും ആളുകൾ കൂടി എല്ലാവരും ഇവിടേക്ക് എത്തണമെന്ന ആഗ്രഹം കൂടി ഇവർക്കുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഇവിടെ കഴിയണമെന്ന ആഗ്രഹവും ഇവർ പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഫേസ് 1 താമസം മാറ്റിയ ആളുകളാണെങ്കിലും അവർക്ക് മറ്റ് ദിനബത്ത, അതോടൊപ്പം തന്നെ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെല്ലാം തന്നെ മുടങ്ങാതെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു ആശ്വാസമാണ്. എങ്കിലും ഇവർ ജീവിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്നും മാറി ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇത്രയും കാലം ചെയ്തിരുന്ന തൊഴിലെല്ലാം മാറി ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നു. അത് അവരെ സാമ്പത്തികമായി തന്നെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ വാടക വീടുകളിൽ കഴിയുന്ന ആളുകൾക്കാണെങ്കിലും വാടകയും അതോടൊപ്പം തന്നെ ദിനബത്തയും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഒരു സ്വന്തമായ വീട് എന്നൊരാഗ്രഹം അവർക്കിപ്പോഴും കുറേ ആളുകൾക്കും ബാക്കി നിൽക്കുന്നുണ്ട്. അത് പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നമ്മളോടും പറയുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും സേതു, ആ ഒരു ഓർമ്മകളുടെ വലിയ ഒരു വേലിയേറ്റം തന്നെ ഇവിടെ എന്ന് നിശ്ചയമായും നമുക്ക് ആ കാഴ്ചകളിൽ തന്നെ എല്ലാം ഉണ്ട്. എന്തു പറയണമെന്ന് പോലും അറിയാതെ വാക്കുകൾക്ക് വേണ്ടി നമ്മൾ നെട്ടോട്ടമോടുന്നൊരു സമയം കൂടിയാണിത്.